ആരോഗ്യ ഭീഷണി പരത്തി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് ആശങ്കകൾക്ക് വഴിവെച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഇതോടെ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. ബുധനാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് പഴയ ഓഡിറ്റോറിയത്തിൽ സമീപം കെട്ടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾക്ക് തീപിടിച്ചത്. വിവിധയിടങ്ങളിലായി നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിച്ചിരുന്ന ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് കെട്ടിടത്തിന് പിറകുവശത്തു നിന്നും തീ പടർന്നത്. ഇതോടെ മലപ്പുറത്ത് നിന്നും 2 യൂണിറ്റ് അഗ്നിശമന സേനയും നാട്ടുകാരും കോട്ടക്കൽ പോലീസും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. സിനിമാ തിയേറ്റർ, മദ്യശാല, വിവിധ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ സമീപത്തുണ്ടായിരുന്നെങ്കിലും തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇതോടെയാണ് വിഷയത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കരാറിൽ ഏർപ്പെട്ട കമ്പനിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി രംഗത്തെത്തിയത്. തുടർന്ന് നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാറുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കാണാത്തതിനെ തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ഉപരോധ സമരം ആരംഭിച്ചു. യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കണം. ഇവിടെ ആളുകളാകെ പനിയൊന്നും മരിക്കണം. സംഭവം പറഞ്ഞ കോട്ടക്കൽ എസ് ഐ അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സിപിഎം നേതാക്കളായ എൻ പുഷ്പരാജൻ, ടി കബീർ, ടി പി ഷമീം എന്നിവർ സെക്രട്ടറിയുമായി വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷമാണ് വിഷയത്തിൽ തീരുമാനമായത്. കരാറെടുത്ത കമ്പനി 24 മണിക്കൂറിനുള്ളിൽ നഗരസഭയിൽ വിശദീകരണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകിയിരിക്കുകയാണ്. ശേഖരിക്കുന്ന മാലിന്യം കമ്പനി യഥാസമയങ്ങളിൽ നീക്കം ചെയ്യാത്തതാണ് തിരിച്ചടിയായത്. 3 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്നായിരുന്നു വ്യവസ്ഥയെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. MCF പുറത്ത് സൂക്ഷിച്ചിരുന്ന 1.5 ടണ്ണോളം മാലിന്യത്തിൽ ഏകദേശം 700 കിലോയോളമാണ് തീ നശിച്ചത്. ഡിവൈഎഫ്ഐ നേതാക്കളായ MP വൈശാഖ്, നിസാർ കോട്ടക്കൽ, ഫൈസൽ ഇന്ത്യന്നൂർ, ശ്രീജിത്ത് കുട്ടശ്ശേരി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. അതേസമയം പഴയ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞുകിടക്കുന്ന മാലിന്യ കൂമ്പാരം സമീപവാസികളടക്കമുള്ളവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. മലബാർ ടൈംസ്, കോട്ടക്കൽ.